കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, എൻ്റെ സംഗീതത്തെക്കുറിച്ച് പറഞ്ഞാൽ സങ്കീർത്തകൻ്റെ 32:6 വാക്യമാണ്. ദിസ് പുവർ മാൻ കോൾഡ് ദ ലോർഡ് ഹേർഡ് ഹിം. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. ദൈവം തന്നതാണ് എനിക്ക് സംഗീതം. ഞാൻ മറ്റുള്ളവരെ പോലെ സംഗീതമൊന്നും പഠിച്ചിട്ടില്ല. എൻ്റെ അമ്മ നന്നായിട്ട് പാടുമായിരുന്നു. അമ്മയും സംഗീതം പഠിച്ചിട്ടില്ല. പക്ഷേ അമ്മയുടെ 3 സഹോദരിമാർ മ്യൂസിക് ടീച്ചേഴ്സായിരുന്നു. അവരിൽ നിന്ന് പഠിച്ചത് അമ്മ എനിക്ക് പറഞ്ഞു തന്നു. കൊച്ചുനാളിൽ എനിക്ക് ഒരു ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു വൈദികനാകണമെന്ന്. അത് അമ്മയോട് പറഞ്ഞ ആ നിമിഷം മുതൽ അമ്മ എന്നെ ഭക്തിഗാനങ്ങളും മറ്റ് നാടോടി പാട്ടുകളും ഇതെല്ലാം ഇവിടെ എന്നെ പഠിപ്പിക്കുമായിരുന്നു, സ്വരജതികളും എല്ലാം. അങ്ങനെ അമ്മ വളരെ കഷ്ടപ്പെട്ടാണ് എന്നെ വളർത്തിയത്. കാരണം എൻ്റെ അപ്പച്ചൻ എനിക്ക് 4 വയസ്സ് തികയുന്നതിന് മുമ്പ് മരിച്ചുപോയി. അന്ന് അപ്പച്ചന് 40 വയസ്സേ പ്രായമുണ്ടായിരുന്നുള്ളൂ, അമ്മയ്ക്ക് 30 വയസ്സും. അപ്പച്ചൻ മരിച്ച് 9-ാം ദിവസമാണ് എൻ്റെ അമ്മ എൻ്റെ ഇളയ അനുജനെ പ്രസവിച്ചത്. ആ കുട്ടി 3-ാമത്തെ വയസ്സിൽ മരിച്ചു. പിന്നെ അമ്മ വളരെ കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ വളർത്തിയത്. ഞാൻ സെമിനാരിയിലേക്ക് പോകേണ്ടി വന്നപ്പോൾ എനിക്കൊരു ലിസ്റ്റ് കിട്ടി. അതായത് എനിക്കുള്ള വസ്ത്രങ്ങളൊക്കെ കൊണ്ടുപോകണം. അപ്പോൾ അപ്പച്ചൻ പോയതിൻ്റെ ആ ബുദ്ധിമുട്ട് മാറിയിട്ടില്ലായിരുന്നു. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞ്, മോനൊന്നുകൊണ്ട് വിഷമിക്കേണ്ട, എല്ലാം മേടിച്ചു തരും. മറ്റ് വൈദ്യ വിദ്യാർത്ഥികളുടെ കൂടെ പോകുമ്പോൾ ഒരു വിധത്തിലും ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എനിക്ക് വരാൻ പാടില്ല. എന്നിട്ട് അമ്മ പുറത്തേക്ക് പോയി തിരിച്ചു വന്നപ്പോൾ ഞാൻ കണ്ടത് എൻ്റെ അപ്പച്ചൻ അമ്മയുടെ കഴുത്തിൽ കെട്ടിയ സ്വർണ്ണ താലിമാല അമ്മ എനിക്ക് വേണ്ടി വിറ്റു. അന്ന് 40 രൂപ കിട്ടി, 52-ലാണ്. അങ്ങനെ എൻ്റെ വൈദിക അന്തസ്സാണ് അമ്മയ്ക്ക് താലിയേക്കാൾ കൂടുതൽ പ്രാധാന്യമേറിയത്. അങ്ങനെയാണ് ഞാൻ സെമിനാരിയിൽ കയറിയത്. ഞാൻ വൈദികനായതിനു ശേഷം അമ്മ എപ്പോഴും പറയുമായിരുന്നു, എൻ്റെ മോനെ എവിടെ പോയാലും ഒരു വൈദികനാണെന്നുള്ള ചിന്ത കളയരുത്, എപ്പോഴും അത് ഓർക്കണം. എനിക്ക് സംഗീതത്തിൻ്റെ ആ വാസന അമ്മയിൽ നിന്ന് കിട്ടി. പക്ഷേ ഞാൻ സംഗീതം അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു സംഗീതം എൻ്റെ ഹോബിയാണ്. പക്ഷേ എനിക്ക് തോന്നി കൂടുതൽ ഈ ഹോബിയിലേക്ക് ഞാൻ ഇറങ്ങിച്ചെന്നാൽ ഒരു പക്ഷേ എൻ്റെ വൈദിക അന്തസ്സിന് മങ്ങലേൽക്കുമോ എന്നൊരു ഭയം തോന്നി. അമ്മയുടെ ഉപദേശം എൻ്റെ തലയിൽ അങ്ങനെ നിൽക്കുന്നു. എനിക്ക് പ്രയോറിറ്റി കൊടുക്കേണ്ടത് എൻ്റെ വൈദിക അന്തസ്സാണ്. അങ്ങനെയാണ് ഞാൻ സംഗീതം സംവിധാനം ചെയ്തിരുന്ന് അല്പം മാറി നിന്നത്. ഈ ഒരവസരത്തിൽ ഞാൻ എൻ്റെ ആദ്യത്തെ ബിഷപ്പ് കൊച്ചിൻ ബിഷപ്പ് അലക്സാണ്ടർ ഇടയെഴുത്ത് പിതാവിനെ ഓർക്കുകയാണ്. അദ്ദേഹമാണ് സെമിനാരിയിൽ വെച്ച് എന്നെ ആദ്യം വെസ്റ്റേൺ മ്യൂസിക്കിന് നൊട്ടേഷൻ പഠിപ്പിച്ചത്. ഞാൻ മഞ്ഞുമ്മൽ കർമ്മലിത്ത സഭയിലെ പ്രോവിൻസിലെ അംഗമാണ്, നിഷ്പാദിക കർമ്മലിത്ത സഭാംഗമാണ്. എൻ്റെ പ്രോവിൻസ് എനിക്ക് എല്ലാവിധത്തിലുള്ള പ്രോത്സാഹനവും തന്നു. ഞാൻ നന്ദിപൂർവ്വം എൻ്റെ പ്രോവിൻസിനെ ഞാൻ ഓർക്കുകയാണ്. ആലുവ മംഗലപ്പുഴ സെമിനാരിയിൽ ഞാൻ 28 വർഷം താമസിച്ചു, അവിടുത്തെ പ്രൊഫസറായിട്ട്. ഇപ്പോഴും ഞാൻ അവിടുത്തെ വിസിറ്റിംഗ് പ്രൊഫസറാണ്. വിസിറ്റിംഗ് പ്രൊഫസറല്ല, എമിരിറ്റസ് പ്രൊഫസറാണ്. അവിടെ വെച്ചാണ് എനിക്ക് എൻ്റെ എല്ലാ കഴിവുകളും ഒരു പരിധിവരെ വളർത്താൻ എനിക്ക് സാധിച്ചത്. ആദ്യത്തെ പാട്ട് സ്വർഗം കനിഞ്ഞിറങ്ങി, അത് 1985 സ്നേഹ സന്ദേശത്തിലുള്ളതാണ്. അന്ന് അതിൻ്റെ വരികൾ എഴുതിയത് ഫാദർ ജോസഫ് പെരിങ്കുളം, വിൻസെൻഷ്യൻ സഭാംഗമാണ്. അന്ന് അത് പാടിയത് യേശുദാസായിരുന്നു. കാരണം എൻ്റെ പാട്ടുകളെല്ലാം തന്നെ രചിച്ചത് അന്ന് മംഗലപ്പുഴ സെമിനാരിലെ വൈദിക വിദ്യാർത്ഥികളാണ്. അവരെല്ലാവരും ഇപ്പോൾ വൈദികരാണ്. ഇപ്പോൾ ഈ ഗാനം ആലപിക്കുന്നത് കീർത്തൻ ബേബിയാണ്.
സ്വർഗം കനിഞ്ഞിറങ്ങി ധരയെ പുണർന്നു, സ്വർഗീയ വചനം മാംസം ധരിച്ചു. സ്വർഗം കനിഞ്ഞിറങ്ങി ധരയെ പുണർന്നു, സ്വർഗീയ വചനം മാംസം ധരിച്ചു. ഇരുളിൻ താഴ്വരയിൽ ദീപം തെളിഞ്ഞു, വാനവഗായകർ ആഗതരായി. ഇരുളിൻ താഴ്വരയിൽ ദീപം തെളിഞ്ഞു, വാനവഗായകർ ആഗതരായി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കുഞ്ഞിളം പൈതൽ പുഞ്ചിരി തൂകവേ, വെൺമഞ്ഞു തുള്ളികൾ ഒഴുകിയിറങ്ങി. കുഞ്ഞിളം പൈതൽ പുഞ്ചിരി തൂകവേ, വെൺമഞ്ഞു തുള്ളികൾ ഒഴുകിയിറങ്ങി. പുള്ളിൻ കൂട്ടിൽ പുളകിതരാഗം, പൂമരക്കൊമ്പിൽ പൂത്തിരിനാളം, പൂത്തിരിനാളം, പൂത്തിരിനാളം. സ്വർഗം കനിഞ്ഞിറങ്ങി ധരയെ പുണർന്നു, സ്വർഗീയ വചനം മാംസം ധരിച്ചു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇന്നെൻ മാനസമ പൊൻപുൽക്കൂട്ടിലും ഉന്നതനായവൻ വന്നു പിറന്നു. ഇന്നെൻ മാനസമ പൊൻപുൽക്കൂട്ടിലും ഉന്നതനായവൻ വന്നു പിറന്നു. തെളിയും മിഴിയും മനവും നിറഞ്ഞിതാ മംഗളഗാനം പാടി വരുന്നു, പാടി വരുന്നു, പാടി വരുന്നു. സ്വർഗം കനിഞ്ഞിറങ്ങി ധരയെ പുണർന്നു, സ്വർഗീയ വചനം മാംസം ധരിച്ചു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ചിത്ര, ഒരു വാക്കിൽ പറഞ്ഞാൽ യു ഹാവ് ഇമ്മോർട്ടലൈസ്ഡ് മീ. അത്രയും സ്വരമാധുര്യം കൊണ്ട് എനിക്ക് എങ്ങനെ നന്ദി പറഞ്ഞാലും, ദൈവത്തിന് നന്ദി പറഞ്ഞാലും ഇത് പോരെന്നേ എനിക്ക് തോന്നുകയുള്ളൂ. ഈ പാട്ട് എങ്ങനെയാണ് ചിത്ര പാടിയതെന്ന് ഞാൻ പറയാം. സ്നേഹപ്രവാഹത്തിലെ 11 പാട്ടുകളും യേശുദാസ് പാടിയതിന് ശേഷം 12ാമത്തേതായിരുന്നു പൈതലാം യേശു അത് എഴുതിയത്. ഇപ്പോൾ നെയ്യാറ്റിൻകരയിൽ ഒരു വികാരിയായിട്ട് കഴിയുന്ന ഫാദർ ജോസഫ് പാറാങ്കുഴിയാണെന്ന്. അദ്ദേഹം തിയോളജി സ്റ്റുഡൻ്റായിരുന്നു ഈ പാട്ട് എഴുതുമ്പോൾ. അപ്പോൾ ഞാൻ യേശുദാസിനോട് പറഞ്ഞ് എനിക്ക് ഈ പൈതലാം യേശു എന്ന പാട്ട് പാടാനായിട്ട് ഒരു ഫീമെയിൽ വോയിസ് വേണം, കാരണം അതൊരു താരാട്ട് പാട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ യേശുദാസ് പറഞ്ഞ് മ്യൂസിക് പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട് അവിടെ, ചലച്ചിത്ര കലോത്സവം ഏതോ ഒരു വലിയ ഒരു സംരംഭത്തിൽ ഫസ്റ്റ് പ്രൈസ് മേടിച്ചിട്ടുണ്ട്, നമുക്ക് ചിത്രയെ വിളിക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹം ചെന്നൈയിലേക്ക് പോയി. പിറ്റേന്ന് രാവിലെ ഞാൻ സ്റ്റുഡിയോയിൽ ചെല്ലുമ്പോൾ
അവിടെ കാത്തു നിൽക്കുകയായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ വെള്ള വസ്ത്രമാണ് ധരിച്ചിരുന്നത്, ഈ വെള്ളയാണ് ഇട്ടിരുന്നത്. അപ്പോൾ ചിത്ര ഇപ്പോൾ നമ്മൾ കണ്ട ഒരു കൊച്ചുകുട്ടി സ്ലിമ്മായിട്ട് ചുരിദാറൊക്കെ ഇട്ട് അച്ഛൻ്റെ സ്കൂട്ടറിൻ്റെ പുറകിൽ അവിടെ സ്റ്റുഡിയോയിൽ വന്നിറങ്ങി. അപ്പോൾ അച്ഛൻ അവിടെ ഒന്ന് ചോദിച്ചു ആരാണ് മ്യൂസിക് ഡയറക്ടർ എന്ന്. അപ്പോൾ സ്റ്റുഡിയോയിലെ മാനേജർ പറഞ്ഞ് ഈ നിൽക്കുന്ന ഫാദറാണെന്ന്. അപ്പോൾ ചിത്രയുടെ അച്ഛൻ പറഞ്ഞ് ഫാദറാണെങ്കിൽ ഞാൻ എൻ്റെ മോളെ ഇവിടെ ഫാദറിനെ ഏൽപ്പിച്ചുകൊണ്ട് പോകുന്നു എന്നും പറഞ്ഞ് പോയി. ഞാൻ ചിത്രയെ സ്റ്റുഡിയോയുടെ ഉള്ളിലേക്ക് കയറ്റി ഹാർമോണിയം വെച്ച് പൈതലാമേശ് ചിത്ര വളരെ നന്നായിട്ട് പാടി പഠിച്ചു. അതിനുശേഷം എന്നോട് ചോദിച്ച് അച്ഛാ ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം എന്താണെന്ന് പറഞ്ഞു തരണമെന്ന്. അപ്പോൾ ഞാൻ നമ്മളുടെ വിശ്വാസമനുസരിച്ച് ദൈവം മനുഷ്യനായതും അതുപോലെ ഒരു കാലിത്തൊഴുത്തിൽ പിറന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതിനുശേഷം ഞാൻ ആ ചിത്ര എന്ന കുട്ടിയോട് ഞാൻ പറഞ്ഞ് ഈ പാട്ട് പാടേണ്ടത് ഇങ്ങനെയാണ്, അതായത് മാതാവിൻ്റെ മടിയിൽ, മാതാവിനെ പോലെ സങ്കല്പിച്ചിട്ട് മടിയിൽ ഉണ്ണീശോ ഇരിക്കുന്നു, അടുത്ത് ഔസേപ്പിതാവ്, പിന്നെ മാലാക്കന്മാർ, ആട്ടിടയന്മാർ, പിന്നെ ആടുമാട്, എല്ലാവരും കൂടി കുഞ്ഞിന് ഒരു താരാട്ട് പാടി രസിപ്പിക്കുന്ന ആ ഒരു പ്രതീതിയോടെ പാടണമെന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് റെക്കോർഡിങ്ങിന് 1 മണിക്കൂറോളം ഇൻ്റർവെൽ ഉണ്ടായിരുന്നു. ആ 1 മണിക്കൂർ സമയത്ത് ഈ ചിത്ര ആരോടും സംസാരിക്കാതെ ഏതാണ്ടൊരു ധ്യാനത്തിൽ കഴിയുന്നത് പോലെയായിരുന്നു. അതിനുശേഷം ട്രയൽ ടേക്ക് റെക്കോർഡിങ്ങിന് ഇപ്പം ഞാൻ അടുത്ത് നിൽക്കുന്ന ട്രയൽ ടേക്ക് പാടി. പിന്നെ ഫൈനൽ ടേക്ക് ഉണ്ടല്ലോ, എനിക്ക് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല, നിങ്ങൾക്കും വിശ്വസിക്കാൻ സാധിക്കില്ല. ഫൈനൽ ടേക്ക് പാട്ട് മുഴുവനും ഇൻ 1 ടേക്ക് നോൺ സ്റ്റോപ്പ് അൺഇൻറ്ററപ്റ്റഡ് പാടിക്കഴിഞ്ഞ് ഞാനിങ്ങനെ അത്ഭുതത്തോടെ നോക്കിയാണ്. അപ്പോൾ ചിത്ര ചോദിച്ച് പറ്റിയിട്ടില്ലെങ്കിൽ ഫാദർ ഞാൻ ഒന്നുകൂടി പാടാമെന്ന് പറഞ്ഞ്. ഇല്ല, എൻ്റെ മനസ്സിൽ കണ്ടതുപോലെ 100% കണ്ടതുപോലെ നന്നായിട്ട് പാടിയെന്ന് പറഞ്ഞ്. അപ്പോൾ എനിക്ക് കൈ ഇങ്ങനെ കാണിച്ച് പിന്നെ അച്ഛൻ വന്ന് കൊണ്ടുപോയി. ചിത്ര അങ്ങനെ സ്വരം കൊണ്ട് എന്നെ ധന്യനാക്കി. അതെനിക്ക് വളരെ വളരെ സന്തോഷമുണ്ട്. എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. ഈ പാട്ട് പാടുന്നതിന് മുമ്പ് വേദിയിലും സദസ്സിലും ഇരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അച്ഛൻ പറഞ്ഞ പോലെ അല്ല, ശരിക്കും പറഞ്ഞാൽ ആ പാട്ട് കൊണ്ട് ബ്ലെസ്ഡ് ആയത് ഞാനാണ്. പൈതലാമേശോ, ഞാൻ ഉണ്ണീശോയെ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാട്ട് എനിക്ക് പാടാൻ കിട്ടിയത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ വിചാരിക്കുന്നു. ആ പാട്ട് കൊണ്ട് ഞാൻ ശരിക്കും എൻ്റെ എത്രയോ സ്റ്റേജുകളിൽ അത് പാടാതിരുന്നിട്ടില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സാധാരണ ബുക്കില്ലാണ്ട് ഞാനൊരു പാട്ട് പാടിയിട്ടില്ല. എത്രയോ തവണ പാടിയ പാട്ടാണെങ്കിൽ പോലും എനിക്ക് മുമ്പിൽ ആ ബുക്ക് വേണം, അതിൻ്റെ അക്ഷരം ഇടയ്ക്ക് സംശയം വന്നാൽ നോക്കാനായിട്ട്. ഇതിപ്പോൾ ഞാൻ ബുക്ക് ഒന്നും ഇല്ലാണ്ടാണ് വന്നിരിക്കുന്നത്. എനിക്ക് അത്ര മനസ്സിൽ ഹൃദയസ്ഥമായിട്ടുള്ളൊരു പാട്ടാണ്. പിന്നെ അച്ഛന് ദീർഘായുസ്സും ആരോഗ്യവും എല്ലാ സൗഭാഗ്യങ്ങളും ദൈവം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഉമ്മ വച്ചും
സ്നേഹപ്രവാഹത്തിലെ ദൈവം പിറക്കുന്നു പാടിയത് യേശുദാസാണ്. അത് രചിച്ചത് ഫാദർ ജോസഫ് പാറാങ്കുഴി. പാടുന്നത് കീർത്തൻ. ദൈവം പിറക്കുന്നു മനുഷ്യനായി ബത്ലേഹേമിൽ, മഞ്ഞു പെയ്യുന്ന മലമടക്കിൽ. ഹല്ലേലൂയ ഹല്ലേലൂയ, മണ്ണിലും വിണ്ണിലും മന്ദഹാസം പെയ്യും മധുര മനോഹര ഗാനം. മണ്ണിലും വിണ്ണിലും മന്ദഹാസം പെയ്യും മധുര മനോഹര ഗാനം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവം പിറക്കുന്നു മനുഷ്യനായി ബത്ലേഹേമിൽ, മഞ്ഞു പെയ്യുന്ന മലമടക്കിൽ. ഹല്ലേലൂയ ഹല്ലേലൂയ, മണ്ണിലും വിണ്ണിലും മന്ദഹാസം പെയ്യും മധുര മനോഹര ഗാനം. മഞ്ഞേത്തീറനായി പാരിൻ്റെ നാഥൻ പിറക്കുകയായി. പാതിരാവിൽ മഞ്ഞേത്തീറനായി പാരിൻ്റെ നാഥൻ പിറക്കുകയായി. പാടിയാർക്കൂ വീണമീട്ടു ദൈവത്തിൻ ദാസരെ ഒന്നു ചേരൂ. പാടിയാർക്കൂ വീണമീട്ടു ദൈവത്തിൻ ദാസരെ ഒന്നു ചേരൂ. ദൈവം പിറക്കുന്നു മനുഷ്യനായി ബത്ലേഹേമിൽ, മഞ്ഞു പെയ്യുന്ന മലമടക്കിൽ. ഹല്ലേലൂയ ഹല്ലേലൂയ, മണ്ണിലും വിണ്ണിലും മന്ദഹാസം പെയ്യും മധുര മനോഹര ഗാനം. പകലോനു മുൻപേ പിതാവിൻ്റെ ഹൃത്തിലെ ത്രിയേക സൂനുവാമുദയ സൂര്യൻ. പകലോനു മുൻപേ പിതാവിൻ്റെ ഹൃത്തിലെ ത്രിയേക സൂനുവാമുദയ സൂര്യൻ. പ്രാഭവപൂർണനായുയരുന്നിതാ പ്രതാപമോടിന്നേശുനാഥൻ. പ്രാഭവപൂർണനായുയരുന്നിതാ പ്രതാപമോടിന്നേശുനാഥൻ. ദൈവം പിറക്കുന്നു മനുഷ്യനായി ബത്ലേഹേമിൽ, മഞ്ഞു പെയ്യുന്ന മലമടക്കിൽ. ഹല്ലേലൂയ ഹല്ലേലൂയ, മണ്ണിലും വിണ്ണിലും മന്ദഹാസം പെയ്യും
മധുര മനോഹര ഗാനം. മണ്ണിലും വിണ്ണിലും മന്ദാസം പെയ്യും മധുര മനോഹര ഗാനം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അടുത്ത ഗാനം പാരിൽ പിറന്നു ദേവൻ. ആദ്യം ഇത് പാടിയത് ജെൻസിയാണ്. ഇതിൻ്റെ രചന ഫാദർ ഡൊമിനിക് മനക്കിൽ, അന്ന് ആലുവ സെമിനാരിയിൽ പഠിച്ചുകൊണ്ടിരുന്ന സ്റ്റുഡൻ്റാണ്. വരാപ്പുഴ ആർച്ച് ഡയസിലാണ്. ഇപ്പോൾ ഓസ്ട്രേലിയയിലാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഈ പാട്ട് പാടാൻ പോകുന്നത് ശ്രുതി ബെന്നിയാണ്. പിറന്നു ദേവൻ കന്യകമേരിതൻ പുത്രനായി. പാരിൽ പിറന്നു ദേവൻ കന്യകമേരിതൻ പുത്രനായി. മാനുഷർക്കാനന്ദമായി രാഗമായി പാരാഗാനവിഭജികയായി. പാരിൽ പിറന്നു ദേവൻ കന്യകമേരിതൻ പുത്രനായി. മാനുഷർക്കാനന്ദമായി രാഗമായി പാരാഗാനവിഭജികയായി. പാരിൽ പിറന്നു ദേവൻ കന്യകമേരിതൻ പുത്രനായി. മാനുഷർക്കാനന്ദമായി രാഗമായി പാരാഗാനവിഭജികയായി. പാരിൽ പിറന്നു ദേവൻ കന്യകമേരിതൻ പുത്രനായി.